ലെറ്റർ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ SSF ജില്ലാ സാഹിത്യോത്സവിന്റെ ഈ സുന്ദരമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. എൻ്റെ കഥയുടെ പേര് ഇല്ല, സിദ്ദീഖ് തങ്ങളെ മറികടക്കാനാവില്ല. പ്രിയരെ, അല്പനേരം നിങ്ങൾ എൻ്റെ കൂടെ മദീനയിലേക്ക് വരൂ. കൊടും ചൂടിൽ ചുട്ടു പൊള്ളുകയാണ് മദീന. ഭക്ഷണമോ വെള്ളമോ ഇല്ല. എല്ലാവരും പ്രയാസപ്പെട്ടൊരു സമയം. പെട്ടെന്നാണ് മദീനയിൽ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നത്. റോമക്കാർ ഒരു വലിയ സൈന്യവുമായി മദീനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ അവരെ നേരിടേണ്ടത് അത്യാവശ്യമായിരുന്നു. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരെ നേരിടാൻ തബൂക്കിലേക്ക് പുറപ്പെടാനൊരുങ്ങി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നവരെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, യുദ്ധത്തിനു വേണ്ടി സഹായം നൽകുന്നവർക്ക് അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ലഭിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. നന്മയുടെ കാര്യത്തിൽ എപ്പോഴും മത്സരിച്ചിരുന്ന സഹാബാക്കൾ എല്ലാവരും അത് ഏറ്റെടുത്ത് വീട്ടിലേക്ക് ഓടി. വിലപിടിപ്പുള്ള പലതും അവർ മുത്തുനബിക്ക് നൽകി. ഒട്ടകങ്ങളും സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഉമർ തങ്ങൾക്ക് ഒരു മോഹം ഉദിച്ചത്. ഇന്നത് സാധിച്ചെടുക്കണം, ഇന്ന് ഞാൻ തന്നെ ജയിക്കും. എപ്പോഴും മുന്നിലായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കണം. ഉമർ തങ്ങൾ ആവേശത്തോടെ വീട്ടിലെത്തി. തന്റെ സമ്പത്തിന്റെ പകുതിയുമായി തിരുനബിയുടെ അടുത്തേക്കോടി. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഉമറേ, തങ്ങൾ എന്താണ് കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത്? ഇതുപോലൊരു പകുതിയുണ്ട് തിരുദൂതരെ. ഉമർ തങ്ങൾ മറുപടി പറഞ്ഞു. സഹാബത്ത് ഓരോരുത്തരായി വന്നുകൊണ്ടേയിരുന്നു. തിരുനബിയുടെ കണ്ണുകൾ ആരെയോ തേടിക്കൊണ്ടിരുന്നു. കാത്തിരിപ്പിന് വിരാമമിട്ട് അതാ കടന്നു വരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കയ്യിലൊരു പണക്കീയുണ്ട്, 4000 വെള്ളി നാണയങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ചോദിച്ചു, സിദ്ദീഖേ, തങ്ങൾ എന്താണ് കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ സിദ്ദീഖ് തങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് കൂട്ടുകാരെ. എന്താണെന്ന് അറിയാമോ? അവർക്ക് അള്ളാഹുവും റസൂലും ബാക്കിയുണ്ട് തിരുദൂതരെ. ഇത് കേട്ടു ഉമർ തങ്ങൾ അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇല്ല, സിദ്ദീഖ് തങ്ങളെ മറികടക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. നന്മയുടെ കാര്യത്തിൽ എപ്പോഴും മത്സരിച്ചിരുന്ന സഹാബത്തിന്റെ ജീവിതം നമുക്ക് പാഠമാകണം. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മനോഹരമായ പാത പിൻപറ്റാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുണപാഠാക്ഷരികളെ കുഞ്ഞിളം ചുണ്ടിൽ കോർത്തിണക്കി ആംഗ്യ ഭാഷയിൽ രസിപ്പിക്കുന്ന